ആ വീട്ടിൽ ഒരു അമ്മയും അപ്പനും അവരുടെ ഇളയ സഹോദരനുമേ ഉള്ളൂ. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകൾ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വരുമച്ചോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ മകള് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ മകൾ വാഹനം ഓടിച്ചു വന്നു. വാഹനം മുറ്റത്ത് നിർത്തുന്നു, വാഹനം ലോക്ക് ചെയ്യുന്നു, പെട്ടെന്ന് അകത്തേക്ക് കയറുന്നു. അവിടെയുള്ള ആരെയും ആ വ്യക്തി മൈൻഡ് ചെയ്തില്ല. വളരെ ദേഷ്യഭാവത്തിൽ അപ്പുറത്തുള്ള അവരുടെ മുറിയിലേക്ക് കയറുന്നു. ശക്തിയോടെ ആ വാതിൽ അടയ്ക്കുന്നു, ആ വാതിൽ കുറ്റിയിടുന്നു. അവരുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ വല്ലാതെ അങ്ങ് വാടി. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്താ ദുഃഖം, ഇതെന്തു പറ്റി, ഇനി ഞങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മ പറയുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല അച്ചോ, അവൾ പള്ളിയിൽ പോകാറില്ല, ആള് കൂടുന്നിടത്ത് പോകാറില്ല, വിവാഹ ആഘോഷങ്ങൾക്ക് പോകാറില്ല, എവിടെയും ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആൾക്ക് ഭയങ്കര ദുഃഖമാണ്. എന്തു പറ്റി? അവളുടെ വിവാഹം കഴിഞ്ഞതാണ്, എന്നിട്ട് അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു. അപ്പോൾ എന്താണ് അങ്ങനെ ദേഷ്യത്തിനുണ്ടാകാൻ കാരണം? അവൾ ഇങ്ങനെയാണ്. എല്ലാവരുടെയും മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്തു ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞോ, ഭർത്താവ് എവിടെ, മക്കൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകും. അതുകൊണ്ട് ആരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൂനിപ്പോകാതിരിക്കാൻ, ആരുടെയും മുമ്പിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരാൾ, കുടുംബജീവിതം തകർന്നു പോയത് കൊണ്ട് കൂനിപ്പോയൊരാൾ, ആ വീട്ടിൽ കാറുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, നല്ല സാലറിയുള്ള ജോലിയുണ്ട്, പക്ഷേ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്താ കാരണം? കുടുംബജീവിതം തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് പലരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വിധം കൂനിപ്പോയൊരാൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ദൈവം നിങ്ങളെ കാണുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്ന ദിവസമാണ്. ദൈവം വഴി അടയ്ക്കുന്ന ദൈവമല്ല, വഴി തുറക്കുന്ന ദൈവമാണ്. വേറൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, വളരെ ചെറിയൊരു വീട്, ഭംഗിയില്ലാത്തൊരു വീട്, അതിന് സൗകര്യങ്ങൾ പോലും ആ വീടിന് കുറവാണ്. ഒരു നല്ല ബാത്റൂം ആ വീട്ടിലില്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യ ഒട്ടുമേ മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളുടെ ഭാര്യ ഒന്നും മിണ്ടിയൊന്നും ഇല്ലല്ലോ, എന്നാ പറ്റി, ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കയ്യിൽ മുറുക്കെ പിടിച്ച് പറഞ്ഞു, അങ്ങനെയല്ല അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നോ, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വീടുകളും കൊള്ളാവുന്ന വീടുകളാണ്, ഞങ്ങൾക്ക് നല്ലൊരു വീടില്ല, നല്ലൊരു ടോയ്ലറ്റ് സംവിധാനമില്ല, അതുകൊണ്ട് എൻ്റെ ഭാര്യ എപ്പോഴും ആരെങ്കിലും വന്നാൽ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വരത്തില്ല, ആരോടും മിണ്ടുകയില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വീട് ചെറുതായതുകൊണ്ട് കൂനിപ്പോയൊരാൾ, കുടുംബജീവിതം തകർന്നതുകൊണ്ട് കൂനിപ്പോയൊരാൾ, കളറില്ലാത്തത് കൊണ്ട് കൂനിപ്പോയൊരാൾ, എല്ലാവരുടെ ഒപ്പം നിൽക്കുവാനുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കൂനിപ്പോയൊരാൾ. അങ്ങനെയുള്ള എല്ലാവരുടെ ജീവിതത്തിലും വലിയൊരു വിടുതലുണ്ടാകാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സമയമാണിത്. നിങ്ങളെ ദൈവം അവിടെ നിർത്തിക്കൊണ്ടല്ല സൗഖ്യം തരുന്നത്, നിങ്ങളെ എല്ലാവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിർത്തുന്ന സമയം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.